ഹലോ ഫ്രണ്ട്സ്, തിങ്കിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മെഹജബീൻ. ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കുറച്ച് അഗ്ലോണിമ പ്ലാന്റ്സും നമ്മുടെ കയ്യിലുള്ള റൂട്ടായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെയും വീഡിയോസാണ്. ഞാൻ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ എല്ലാം റേറ്റ് ഇട്ടിടും. ഇപ്പോൾ നമുക്കുള്ള അവൈലബിളായിട്ടുള്ള പ്ലാന്റ്സിൻ്റെ വീഡിയോസാണ് ഞാൻ ഇടുന്നത്. ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ വരിക. അതുകൊണ്ടൊക്കെ തന്നെ ഈ പ്ലാന്റ്സ് എല്ലാം ഞാൻ അടുത്തടുത്ത ദിവസങ്ങളിൽ റേറ്റ് ഇട്ടിടും. നമുക്ക് അഗ്ലോണിമ പ്ലാന്റ്സൊക്കെ കുറച്ച് സെയിലിനായിട്ട് ശരിയായിട്ടുണ്ട്. നേരത്തെയൊക്കെ എന്നോട് അഗ്ലോണിമ പ്ലാന്റ്സുകൾ ചോദിച്ചവരുണ്ട്. അവർ വീഡിയോസ് കാണുവാണെങ്കിൽ നിങ്ങളും ഇനി അടുത്ത ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുക. ഇന്നെനിക്ക് സമയമില്ലാത്തതിനാൽ ഞാൻ ഈ റൂട്ടുള്ള പ്ലാന്റ്സുകളൊക്കെ നമുക്ക് സെയിലിനായിട്ടുള്ളത് ഇടുകയാണ്. കാരണം കുറച്ചേറെ പ്ലാന്റ്സുകൾ നമുക്ക് റൂട്ടായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതെല്ലാം കോളീസിൻ്റെ ആയാലും കുറച്ചേറെ വെറൈറ്റീസ് നമുക്കിപ്പോൾ അവൈലബിളായിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അവൈലബിളായിട്ടുള്ള പ്ലാന്റ്സുകളാണ്. എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ടുള്ള പ്ലാന്റ്സുകളാണ്. കേശവർദ്ധിനി പ്ലാന്റ്സും ഒരു 100 തൈയോളം നമുക്ക് അവൈലബിളായിട്ടിപ്പം ഉണ്ട്. അതുപോലെ ഈ പ്ലാന്റ്സിൻ്റെയും തൈകൾ നമുക്ക് അവൈലബിളാണ്. നമുക്ക് ഒരു ബോർഡർ പ്ലാന്റായിട്ടൊക്കെ മതിലിന് വെളിയിലായിട്ടൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. നല്ല റൂട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് എല്ലാം. ഇതൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് ഫ്രീ പ്ലാന്റ്സായിട്ട് ഞാൻ വെക്കുന്നത്. അല്ലാതെ വെറും പന്ന ചെടികളൊന്നും വെക്കാറില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റേറ്റുള്ള പ്ലാന്റ്സുകളൊക്കെയാണ് ഫ്രീ പ്ലാന്റ്സായിട്ട് വെക്കുന്നത്. എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ്. നമുക്ക് അഗ്ലോണിമയുടെ റെഡ് ലിസ്റ്റിക്കൊക്കെ നേരത്തെ ഞാൻ 10 രൂപ വെച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ളത് കൊടുത്തിരുന്നു. ഇപ്പോഴും നമുക്ക് അഗ്ലോണിമയുടെ ഒക്കെ നമുക്ക് അവൈലബിളാണ്. ഇതെല്ലാം നമുക്ക് അവൈലബിളാണ്, ഇതിൻ്റെ എല്ലാം തൈകൾ. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോസ് ഇട്ടത്. കുറേ പേർ എന്നോട് വാട്സപ്പിൽ ചോദിക്കുന്നുണ്ട്, വീഡിയോസ് കാണുന്നില്ല എന്ന്. ബാസ്ക്കറ്റ് പ്ലാന്റ് ആണിത്. ഇതിൻ്റെയൊക്കെ നമുക്ക് അവൈലബിളാണ്. ഇതെല്ലാം നമുക്ക് ഇൻഡോർ പ്ലാന്റ്സുകളെല്ലാം അവൈലബിളാണ്. അതുകൊണ്ടൊക്കെ തന്നെ ആന്തൂറിയം, ഇതൊക്കെ അഗ്ലോണിമയുടെ തൈകളാണ്. അരേലിയൊക്കെ 15 രൂപയുള്ളൂ ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾക്ക്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഓർക്കിഡുകളാണ്. ഓർക്കിഡും ഞാൻ ഈ ഫോട്ടോസിൽ കാണിക്കുന്നതെല്ലാം നമുക്ക് അവൈലബിളായിട്ടുള്ളതാണ്. വീഡിയോസിൽ കാണിക്കുന്നതെല്ലാം നമുക്ക് അവൈലബിളായിട്ടുള്ള പ്ലാന്റ്സുകളാണ്. അതുപോലെ നമ്മുടെ കലാത്തിയ, ഈ വയലറ്റ് ഷെയ്ഡ് വരുന്ന കലാത്തിയ, ഇതൊക്കെ കുറച്ചേറെ തൈകൾ നമുക്ക് അവൈലബിൾ. കലാത്തിയ നേരത്തെയൊക്കെ ഞാൻ കുറേ ഇട്ടിരുന്നു. എല്ലാം 30 രൂപ വെച്ചായിരുന്നു കൊടുത്തിരുന്നത്. ആ തൈകളെല്ലാം നമുക്ക് ഇപ്പോഴും അവൈലബിളാണ്. പോളീസിൻ്റെയും ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് റൂട്ടായിട്ടുള്ള പ്ലാന്റ്സുകളാണ്. ഇത് നമ്മുടെ സാധാ നാടൻ പാരിജാതത്തിൻ്റെ തൈയാണ്. ഇത് നാടൻ പാരിജാതം നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈയാണ്. ഇത് വേരിഗേറ്റഡ് പാരിജാതമാണ്. ഇതിൻ്റെയും നല്ല റൂട്ട് നല്ല വന്ന ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ നമുക്ക് കുറച്ചേറെ അവൈലബിളാണ്. അതുപോലെ കനകാംബരം, ഇത് നീല കനകാംബരമാണ്. നീല കനകാംബരത്തിൻ്റെ തൈകൾ 10 രൂപ തൊട്ട് അന്നേ ഞാൻ ഇടുന്നുണ്ട്. ഇപ്പോഴും നമുക്ക് അവൈലബിളാണ്. റെഡ് ലിപ്സ്റ്റിക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടുള്ള തൈകളാണ്. ഇതെല്ലാം നല്ല റൂട്ടായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ്. അരേലിയ വൈറ്റ്, ഇതൊക്കെ വലിയ പോട്ടിൽ സെറ്റ് ചെയ്യുമ്പോഴാണ് ഭംഗി. കോളീസ് ആയാലും എല്ലാം. കോളീസൊക്കെ നമുക്ക് ചെറിയ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ വെച്ച് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. കോളീസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ്. അതുപോലെ ഈ കോളീസ്, ഇത് പിന്നെ ക്രോട്ടൺ പ്ലാന്റ്സ്, ഇതൊക്കെ ക്രോട്ടനാണ്. ക്രോട്ടൻ്റെ കുറച്ചേറെ വെറൈറ്റീസ് ഉണ്ട്. വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുക. അതുകൊണ്ടൊക്കെ തന്നെ വയലറ്റ് എക്സോറ, ഈ വയലറ്റ് തെച്ചിയുടെ തൈ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള, ഇതൊക്കെ ഞാൻ ഫ്രീ പ്ലാന്റ്സായിട്ടൊക്കെ കുറേ പേർക്ക് വെച്ചിട്ടുണ്ട്. വയലറ്റ് എക്സോറയുടെ എനിക്കപ്പോൾ എന്താണോ തോന്നുന്നത് അതുപോലെ നല്ല പ്ലാന്റ്സുകൾ തന്നെയാണ് ഫ്രീ ആയിട്ടും വയ്ക്കുന്നത്. ഇതൊക്കെ നമുക്ക് അവൈലബിളാണ്. വേരിഗേറ്റഡ് ജിഞ്ചർ പ്ലാന്റ് ആണ്. അതുപോലെ
ഇതെല്ലാം നമുക്ക് അവൈലബിളാണ്. കലാത്തിയ, കുറച്ച് കലാത്തിയ ഉണ്ട്, അതുകൂടെ കാണിക്കാം. ഇതൊക്കെയാണ് കലാത്തിയ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ കലാത്തിയാണ്. കലാത്തിയ ഇടയ്ക്കിടയ്ക്കുണ്ട്. കലാത്തിയായും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഞാൻ ഇതൊക്കെ നമ്മുടെ നാടൻ കലാത്തിയ, അതുകൊണ്ടൊക്കെ ഓർക്കിഡ് എല്ലാം കൂടെ അങ്ങ് ഒരുമിച്ച് വെച്ചിരിക്കും. നാളെ ഇനി കുറേശ്ശെ എടുത്ത് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ തൈകൾ, രമ്പയുടെ തൈ, ഫേണ്, ഇതൊക്കെ കലാത്തിയ, അഗ്ലോണിമ എല്ലാം ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ബിഗോണിയ, ഇൻഡോർ പ്ലാന്റ്സ് കുറച്ചേറെയുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ സിങ്കോണിയത്തിൻ്റെ വയലറ്റ്, അരേലിയ, ഡ്രസീനിയ പ്ലാന്റ്, ഡാലിയ പ്ലാന്റിൻ്റെ ഇപ്പോൾ നമുക്ക് 60 രൂപയുടെ തൈ അവൈലബിളാണ്. ഡാലിയയുടെ, നിക്കോഡിയ എല്ലാം ഫ്ലവർ ഇട്ട് നിൽക്കുകയാണ്. നിക്കോഡിയയുടെ പ്ലാന്റിൽ ഫ്ലവർ വന്നത് കാണിക്കാം. പിങ്ക് കളർ കുഞ്ഞ് ഫ്ലവറാണ് നിക്കോഡിയയുടെ. ഇതാണ് മരമുല്ല, ഡ്രസീന, നാളെ ഞാൻ സ്ക്രീനിൽ നമ്പറിടും, വിലയിടും, അതായത് റേറ്റിട്ടിടും. ഇനി വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എല്ലാം ഓരോന്നായിട്ട് വ്യക്തമായിട്ട് ഞാൻ ഇടുന്നതാണ്. അതുപോലെ മെഡിനില്ലയുടെ ഓറഞ്ച് കളർ ഫ്ലവർ, പിങ്ക് കളർ ഫ്ലവർ പിടിക്കുന്നത്, ഷെഫ്ലേറ, അതുപോലെ ഓർക്കിഡുകൾ കുറേ വെറൈറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പീനട്ട് ബട്ടർ ഫ്രൂട്ട്സിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് ഉണ്ട് 50 രൂപയുടെ. ഇതെല്ലാം നമുക്ക് മിൽക്കി ബാംബുവിൻ്റെയും ലക്കി ബാംബുവിൻ്റെയും ഒക്കെ നമുക്ക് ഇഷ്ടം പോലെ അവൈലബിളാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഇനി അടുത്ത വീഡിയോസിൽ നാളെ വീണ്ടും കാണാം. ബായ്.